മുക്കാൽ ഭാഗം കുട്ടികളും വീട്ടിലോട്ട് പോയി. ആ ഒരു 10 ദിവസത്തെ വെക്കേഷൻ കിട്ടിയപ്പോ പിന്നെ അതില് വളരെ കുറച്ച് പേരെ തിരിച്ചു വന്നിട്ടായിട്ടുള്ളൂ. അതുപോലെ എന്റെ കൂടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. ഓരങ്ങനെ ഒരു 2-3 മാസം കൂടുമ്പോൾ ഓരോരുത്തരായിട്ട് പോയി. ലാസ്റ്റ് 2 പേരായി, ആളും പോയി. ലാസ്റ്റ് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. ഈ എക്സാം ക്ലിയർ ആക്കാൻ എന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിരുന്നു. ഇപ്പൊ ഈ ബാങ്ക് എക്സാം എഴുതുന്നവർ പറയാനുള്ളത്, ഹായ്, എന്റെ പേര് കാർത്തിക്. ഞാൻ തൃശ്ശൂരിനാണ് വരുന്നത്. ഞാൻ 2023 ഏപ്രിൽ ബികോം പാസ് ഔട്ട് ആണ് ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരിൽ നിന്ന്. എന്റെ വീട്ടിൽ ഞാൻ, അമ്മ, അച്ഛൻ, അച്ഛമ്മ, പിന്നെ ഒരു ചേച്ചിയുണ്ട്. സത്യം പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. PGക്ക് പോകാൻ എന്തായാലും താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇനി പഠിക്കാൻ വയ്യ. അപ്പൊ എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടി സെറ്റ് ആവാന്നുള്ളൊരു മൈൻഡായി. അപ്പോഴാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളുണ്ട്, കോമ്പറ്റീവ് എക്സാം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ SSC ബാങ്ക് കൊണ്ട് അറിഞ്ഞു. SSC എന്തായാലും വേണ്ടാന്ന് വെച്ചു, കാരണം എനിക്ക് GKയും കാര്യങ്ങളൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ ബാങ്ക് എക്സാമിനെ പറ്റി പറയുന്നത്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഫാമിലി റിലേറ്റീവ്സ് പറഞ്ഞു കോഴിക്കോട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വേരാണ്ട റേസ് കോഴിക്കോട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അത്യാവശ്യം റിസൾട്ടൊക്കെ കേരളത്തിൽ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ റേസിൽ വന്നെത്തി, വേരാണ്ട റേസ് കോഴിക്കോടിൽ വന്നെത്തി. സത്യം പറഞ്ഞാൽ ആ റേസിൽ വരുമ്പോൾ എനിക്ക് ബാങ്ക് എക്സാമിനെ പറ്റി ഒന്നും അറിയില്ല. ജസ്റ്റ് ഒരു എക്സാം ബാങ്ക് അടി, ഞാൻ വെച്ചാൽ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ കുറെ, അത് മാത്രമല്ല റീസണിങ്, ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഭവം എന്ന് അറിഞ്ഞ് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് സർക്കിൾ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എന്റെ സർക്കിളിൽ എനിക്ക് കിട്ടിയത് ഒരു മെന്റർ പറഞ്ഞ നയൻതാര മിസ് ആയിരുന്നു. മിസ് നല്ല രീതിക്ക് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഒന്നും അറിയാത്തോടന്ന് നമുക്ക് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളെ ഒരു ലെവലിലേക്ക് എത്തിച്ചതിൽ മിസ്സിന്റെ റോള് നല്ലോണ്ട്. വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സർക്കിളാണ് തോന്നിയിട്ടുള്ളത്. കാരണം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സർക്കിൾ സെഷനിൽ നമുക്ക് എന്ത് ഡൗട്ട് ആ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ വേറെ ഏത് ടോപ്പിക്കായാലും കൂടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെന്റർ നമുക്ക് പേഴ്സണലായിട്ടും വന്നിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരുന്നു. എന്ത് ഡൗട്ട് ആണെങ്കിലും പല രീതിക്കുള്ള സൊല്യൂഷൻസും ട്രിക്സും വെച്ചിട്ട് നമ്മുടെ കൂടെ നമ്മള് ഒരു ടീച്ചറിന് നമ്മളൊരു ഫ്രണ്ട് പോലെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലാത്ത സമയമാണെങ്കിൽ കൂടെ നമ്മൾ ഹോസ്റ്റലിൽ റൂമിലാണെങ്കിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മിസ് അത് വാട്സപ്പ് വഴിയാണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് തന്നിരുന്നു. അപ്പൊ എന്റെ ഈ സക്സസിൽ ഇവിടുത്തെ സർക്കിൾ സെഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് സർക്കിളിന്. എന്റെ ക്ലാസ് ശരിക്കും ഒരു മെയ് ഫസ്റ്റ് വീക്കിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ വഴി ക്ലാസ് ഉണ്ടായിരുന്ന ഒരു മുക്കാൽ ഭാഗം കുട്ടികളും വീട്ടിലോട്ട് പോയി. ആ ഒരു 10 ദിവസത്തെ വെക്കേഷൻ കിട്ടിയപ്പോൾ പിന്നെ അതില് വളരെ കുറച്ച് പേരെ തിരിച്ചു വന്നിട്ടായിട്ടുള്ളൂ. അതുപോലെ എന്റെ കൂടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. ഓരങ്ങനെ ഒരു 2-3 മാസം കൂടുമ്പോൾ ഓരോരുത്തരായിട്ട് പോയി. ലാസ്റ്റ് 2 പേരായി, ആളും പോയി. ലാസ്റ്റ് അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി നോക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഇവിടെ നിന്നിട്ട് എഴുതി കയറാന്നുള്ളൊരു മൈൻഡ് വെച്ചോണ്ട് നിന്നതാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ ലാബിലേക്ക് വരും, രാത്രി വരെ ലാബിലുണ്ടാവും. ലാബിൽ ഇരുന്നിട്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. പിന്നെ ലാബിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ പോലെ നമ്മുടെ മൈൻഡായിട്ട് ഇരിക്കണവര്. ഓരോരുത്തർ ഇരുന്ന് സംസാരിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോയപ്പോൾ തന്നെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ. അങ്ങനെ കുറെ പേര് ഇങ്ങനെ കുറെ കാലം നിന്നുകൊണ്ട് ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി എന്തായാലും കുറെ കാലം നിന്നാലേ ഇത് കിട്ടുള്ളൂ എന്നൊക്കെ ഒരു വർത്തമാനം കേട്ടിരുന്നു. പക്ഷെ ഞാൻ അവിടേക്ക് വരുമ്പോൾ തീരുമാനിച്ചത് ഒരു കൊല്ലത്തിനുള്ളിൽ എങ്ങനെയും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണം, ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ സമയം ഒട്ടും കളയാണ്ട് തന്നെ ലാബിൽ ക്ലാസ് തീരുന്നേക്കാൾ മുന്നേ ഞാൻ ലാബിൽ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് പഠിച്ചു. ഇപ്പോൾ ഒരു 21 വയസ്സിൽ തന്നെ ഇപ്പൊ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് കയറാൻ പറ്റി. അതിനൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണം. ഇപ്പൊ ഈ എക്സാം ക്ലിയർ ആക്കാൻ എന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിന് മുകളിൽ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരു മീഡിയം ലെവലിൽ എത്തിച്ചിട്ട് ബാക്കി സമയം ഞാൻ ഫുള്ള് കറണ്ട് അഫയേഴ്സിന്റെ മുകളിൽ റീസണിങ്ങിന്റെ മുകളിലും കൊടുത്തു. അതെനിക്കൊരു നല്ലൊരു ഐഡിയ വർക്കൗട്ടായി തോന്നി. അതിപ്പോൾ വർക്കൗട്ട് ആവുകയും ചെയ്തു. ഞാനൊരു രാവിലെ 8 മണിയാകുമ്പോഴേക്കും ലാബിൽ എത്താറുണ്ട്. അത് വൈകുന്നേരമല്ല, രാത്രി ഒരു 10 മണി സമയം വരെ ഇരിക്കാറുണ്ട് ലാബില്. ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ലാബിൽ തന്നെയായിരുന്നു. കിടക്കാൻ മാത്രം ഹോസ്റ്റലിൽ പോകാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഈ ബാങ്ക് എക്സാം എഴുതുന്നവർ പറയാനുള്ളത്, വളരെ കുറച്ച് സമയം നമ്മൾ ടാർഗറ്റ് വെക്കുക. ആ സമയത്തുള്ളിൽ നമുക്ക് ഇത് എഴുതിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് വെച്ച് നിൽക്കുക. ഇപ്പുറത്തെ ആൾക്കാരൊക്കെ 2 കൊല്ലം എഴുതിട്ടാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് അത്ര സമയം എടുക്കും, 3 കൊല്ലം എടുക്കും എന്നൊന്നും നമ്മൾ വിചാരിച്ചിരിക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആക്കാന്നുള്ളൊരു മൈൻഡ് വെച്ചെടുക്കുക. അതുപോലെ നമ്മുടെ കൂടെ അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ടാവും. ഓരൊക്കെ പോയാലും നമ്മൾ അതൊന്നും കണക്കാക്കണം, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. എത്രയും പെട്ടെന്ന് കയറാൻ അത്ര നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടാൻ പറ്റുന്ന എഫേർട്ട് ഫുൾ എടുത്തു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്റെ ഈ ജേർണിയിൽ എന്റെ കൂടെ ഉണ്ടായ എല്ലാ ടീച്ചേഴ്സിനും, മെന്റേഴ്സിനും, അതുപോലെ റേസിലെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും, അതുപോലെ വരാന്ത റേസ് കോഴിക്കോടിനും, അതിലുപരി ദൈവത്തിനും നന്ദി. താങ്ക്സ്.